അതെ, ഞാനേ ഒന്നുകൂടെ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ, നിർത്തിക്കേ, ഒന്ന് നിർത്ത. അമ്മാവാ, കൃഷ്ണനെ ഇനി കാണരുത് എന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? നിന്നെ കണ്ട കൃഷ്ണൻ അടങ്ങിയിരിക്കുന്നാണോ നീ വിചാരിക്കുന്നത്? നീ പോ, ഞങ്ങളുടെ മുന്നിൽ നിന്ന് പോ. ചന്ദ്രേട്ടാ, അമ്മാവാ. ചന്ദ്രേട്ടാ, അമ്മാവാ. ചന്ദ്രേട്ടാ, എണീക്ക്. എന്തെങ്കിലും പറ്റിയോ അമ്മാവാ? ഒന്നുമില്ല. ഈശ്വരൻ, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട, ഒന്നും പറയണ്ട, വന്നാ മതി. വാ അമ്മാവാ, വാ, നടക്ക്. സൂക്ഷിച്ച്. നേരെ ഹോസ്പിറ്റലില്. വാ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇത് തന്നെയാണ് നാഥൻ സാറിന്റെ വീടെന്ന് ഉറപ്പിക്കാമോ ഹരിയേട്ടന്? തനിക്കെന്താ ഒരു പേടി പോലെ? ധൈര്യമായിരിക്കണോ, നമ്മൾ മോഷ്ടിക്കാൻ വന്നതൊന്നും അല്ലല്ലോ. ഇതാ ഈ കിടക്കുന്ന കാറ് പോരെ, ഇത് സാറിന്റെ വീടാണെന്ന് ഉറപ്പിക്കാം. എത്തിയോ രണ്ടാളും? അല്ല, നിങ്ങളെന്താ താമസിച്ചത്? ഞാൻ രാവിലെ മുതൽ കാത്തിരിക്കുകയായിരുന്നു. സോറി സർ, ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയാലുള്ള അവസ്ഥ പറയണ്ടല്ലോ. വേണ്ട വേണ്ട, എനിക്കത് മനസ്സിലാവും. അല്ല, ഇയാൾക്ക് എന്ത് പറ്റി? ഒരു ടെൻഷൻ പോലെ. അത് താമസിച്ചില്ല സർ, സാറ് വഴക്ക് പറയുമെന്ന് ഭയന്നാ വന്നേ. ഏയ്, ഞാനൊരു പാവല്ലേ, ഒരു മൃദുല ഹൃദയൻ. എനിക്കറിയാമടാ നിന്നെ. ചെന്നായുടെ തലച്ചോറും ചെകുത്താന്റെ ഹൃദയമുള്ള മൃഗം, ഞങ്ങളുടെ സുഭദ്രച്ചയുടെ കൊലപാതകി. ഈ പേടിയും വെപ്രാളൊന്നും കാര്യമാക്കണം സർ. ക്യാൻവാസിന് മുമ്പിലെത്തിയ ഇവള് പുലിയാ. ആ, വെരി ഗുഡ്. പുലിക്കുട്ടികളെയാ എനിക്ക് ഏറെ ഇഷ്ടം. വരൂ, ആര്യയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാ, വരൂ. വാ. എക്സ്ക്യൂസ് മീ സർ, ഒരു കോളുണ്ട്, ഞാൻ ഉടനെ വരാം. നീ ചെല്ല്. ഓൾ ദി ബെസ്റ്റ്. വരൂ. ഹലോ, ആ പറയൂ.
എന്തായി മണിച്ച? എല്ലാം റെഡി. ആ, എക്സലന്റ്. ആര്യ, പ്ലീസ് കം. എല്ലാം ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികളുടെ ഫോട്ടോ. പിടിക്ക. ഈ കുട്ടികളെ എനിക്ക് നഷ്ടപ്പെട്ടത് വർഷങ്ങളായത്. വർഷങ്ങൾ. നല്ല സുന്ദരി കുട്ടികളല്ലേ മൂന്നാളും? നന്നേ ചെറുപ്പത്തിൽ എനിക്ക് അവരെ നഷ്ടപ്പെട്ടു. ഇവരൊക്കെ ഇപ്പൊ വളർന്നു. പക്ഷെ എവിടെയുണ്ടെന്നോ എങ്ങനെയുണ്ടെന്നോ എനിക്കറിയില്ല. ഇക്കാര്യത്തില് ആര്യ എന്ന ബ്രില്യന്റ് ആർട്ടിസ്റ്റിന്റെ സഹായം എനിക്ക് വേണ്ടത്. ഇവരുടെ ഇപ്പോഴത്തെ രൂപം എങ്ങനെയാണെന്ന് ആര്യ എനിക്കൊന്ന് വരച്ചു തരണം. ദാറ്റ്സ് എ ടാസ്ക് നൗ. ഇതാണ് പാവം രാധ. ആദ്യം ഈ രാധയുടെ ഇപ്പോഴത്തെ രൂപം ആര്യ വരയ്ക്ക്. അത് കഴിഞ്ഞിട്ട് തനിക്ക് പോവാം. വരച്ചാൽ മാത്രമേ നീ ഇവിടെ നിന്ന് പോവൂ. ആ, കൃത്യമായി വരയ്ക്കണം. തെറ്റിക്കരുത്. തെറ്റുകളെ ക്ഷമിക്കുന്ന ഒരാളല്ല ഞാൻ. ആര്യ, ഹരിയേട്ടാ വേണ്ട. ഹരിയേട്ടാ നിക്കണ്ടേ ഇവിടെ? അതെന്താ ആര്യ? ഹരി നിന്നാൽ എന്താ പ്രശ്നം? വേണ്ട സാർ, ഹരിയേട്ട വന്നാ എന്റെ കോൺസെൻട്രേഷൻ പോവും. ഓ, അയ്യോ, കറക്റ്റായിട്ട് വരയ്ക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഹരിയേട്ടൻ താഴെ വെയിറ്റ് ചെയ്താൽ മതി. ഷടാ, ഇത് കൊള്ളാം. ആര്യ വരയ്ക്കുന്നത് നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ലീവ് എടുത്ത് കൂടെ വന്നത്. എന്നിട്ട് ഞാനിവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ അങ്ങനെയല്ല ഹരികുട്ട. ഈ വരയ്ക്കുന്ന ചിത്രം സാറിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഹരി നിൽക്കുമ്പോൾ വരയ്ക്കാൻ ഈ കുട്ടിക്ക് കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങ് മാറിക്കൊടുക്കുന്നതല്ലേ നല്ലത്. ശരി ശരി, ആയിക്കോട്ടെ. ഞാനായിട്ട് ആരെയും ശല്യപ്പെടുത്തുന്നില്ല. ഞാൻ പോയേക്കാം. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇനി വരച്ചോളൂ. ശരി സാർ. സാർ, ഒരു മിനിറ്റ് ആ, ഒന്ന് വരുമോ? സാർ, ഒന്ന് വരുമോ? ആ. ആ രാധയുടെ ചിത്രം നമ്മൾ നേരത്തെ വരപ്പിച്ചതല്ലേ? സുഭദ്രാമ്മയുടെ തന്നെ പകർപ്പ് തന്നെയാണെന്ന് സാറ് നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. വീണ്ടും വീണ്ടും തന്നെ ഈ രാധയുടെ ചിത്രം തന്നെ വരപ്പിക്കുന്നത്. ഓ, ബുദ്ധി വേണോടാ, ബുദ്ധി. ഇതൊരു ടെസ്റ്റ് ഡോസ്. രാധയുടെ ചിത്രം ആദ്യം ആര്യ വരയ്ക്കട്ടെ. അത് കാണുമ്പോൾ അറിയാലോ അവള് വരയ്ക്കുന്നത് കൃത്യമാണോ എന്ന്. പിന്നെ കൃത്യമായി വരച്ചാൽ മാത്രമേ ഇവളിവിടുന്ന് പോവൂ. മേഘനാഥൻ വിധിയല്ലെന്ന് നീ എങ്കിലും ഒന്നും മനസ്സിലാക്കിക്കോ. വേദന തോന്നുന്നുണ്ടോ അമ്മാവ?
എന്താ എന്തു പറ്റി? റോഡിൽ വെച്ച് ഒരു കാറ് തട്ടി വീഴിച്ചതാ ഡോക്ടർ. വേദനയുണ്ടെന്ന് തോന്നുന്നു, ഒന്നും പറയുന്നില്ല. വേദനയുണ്ടെങ്കിൽ അത് പറയൂ, എങ്കിലല്ലേ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റൂ. തലയോ മറ്റോ റോഡിലിടിച്ചോ? ഇല്ല. ഇവിടെ വേദനയുണ്ടോ? അത് കുഴപ്പമില്ല ഡോക്ടറെ. കുഴപ്പമില്ലെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഉള്ളത് അതുപോലെ പറയാം അമ്മാവാ, എങ്കിലല്ലേ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റൂ. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. ഇവിടെയോ? ഇത് വേദനയല്ലേ? ഒന്ന് എഴുന്നേറ്റേ. എഴുന്നേക്കമ്മാവാ, വാ. ആ, നിങ്ങൾ പിടിക്കണ്ട, തനിയെ എഴുന്നേൽക്കട്ടെ. വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നില്ല. പക്ഷെ പ്രായം ഇത്രയുള്ള ആളല്ലേ, ഡീറ്റെയിൽഡായി ചെക്ക് ചെയ്താലേ ഉറപ്പിക്കാനാവും. ആദ്യം ചില ടെസ്റ്റുകൾ നടത്തണം, MRI സ്കാനിങ് നടത്തണം. തൽക്കാലം ഒന്നും വേണ്ട ഡോക്ടർ. വേദനയ്ക്കുള്ള കുടിയെല്ലാം തന്നാ മതി. ചികിത്സ എന്ത് വേണമെന്ന് സ്വയം തീരുമാനിക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ ആവശ്യം എന്താ? അമ്മാവാ, എന്താ ഇത്? നിവർത്തികേട് കൊണ്ടാ ഡോക്ടറെ. എന്റെ മക്കളാരും കൂടെ ഇല്ല. ഇതിനു വേണ്ടി അടയ്ക്കാനും മാത്രം പണവും ഇല്ല എന്റെ കയ്യില്. നിങ്ങൾ മകന്റെ ഭാര്യയാണോ? മരുമകൾ? ഭർത്താവ് വരുന്നവരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് ഞാനിവിടെ ഇരുത്താൻ പറയാം. വേണ്ട ഡോക്ടർ, ട്രീറ്റ്മെന്റ് എടുത്തോളൂ. എത്രയാണെന്ന് പറഞ്ഞാൽ മതി, പൈസ ഞാൻ അടച്ചോളാം. ആഹാ, ഇത്രയും നല്ലൊരു മരുമകളെ കിട്ടിയിട്ടാണോ പൈസ ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ വെറുതെ വിഷമിക്കുന്നത്? ദാ, ഇതൂടെ കഴിക്കും. മതി. ഇപ്പൊ ഇയാളെ എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ടെസ്റ്റുകൾ നടത്തിയിട്ട് റൂമിലേക്ക് മാറ്റാം. ശരി ഡോക്ടർ. മക്കള് പോലും മാതാപിതാക്കൾക്ക് വേണ്ടി 1 രൂപ ചിലവഴിക്കാൻ മടിക്കുന്ന ഈ കാലത്ത് ഇതുപോലൊരു മരുമകളെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. അമ്മായി വിഷമിക്കാതെ. കൃഷ്ണേട്ടന്റെ അച്ഛന് ഒന്നും സംഭവിക്കില്ല. വാ.
സർ ഉം? ഉം. വരച്ചു കഴിഞ്ഞു സർ രാധേ. ഇത്ര പെട്ടെന്നോ? ആ. ഇവള് വരച്ചത് എന്റെ രാധയല്ലെങ്കിൽ എന്ത് ശിക്ഷ കൊടുക്കണം ഞാൻ? യഥാർത്ഥ ദർശനയെയും സൗഭാഗ്യയും അവള് വരച്ചതെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ആര്യയും ഹരിയെയും ഞാനിവിടുന്ന് മടക്കി അയക്കും. അതല്ലെങ്കിൽ നാഥൻ സാറിന്റെ നല്ല മുഖം ഞാനങ്ങ് മാറ്റും. മേഘനാഥൻ എന്ന സിംഹം ഇരയെ കടിച്ചു കീറുന്നത് എങ്ങനെയാണെന്ന് തനിക്ക് കാണാം. പിന്നെ അതേ ശിക്ഷ തന്നെ വേണം ഇവൾക്കും കൊടുക്കാൻ. എന്റെ രാധ, എന്റെ മാത്രം രാധ. നീ ഒരു വല്ലാത്ത പ്രതിഭ തന്നെ ആര്യ, സമ്മതിച്ചിരിക്കുന്നു. രാധ ഒരു മുടിനാരിഴ പോലും വ്യത്യാസമില്ല. ഏയ് നോക്കടോ, ഇതെന്റെ രാധ തന്നെയല്ലെന്ന് നോക്ക്. എടാ ചെകുത്താനെ, നീ എന്റെ ചേച്ചിയെ കോടതി മുറിയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു. നീ കണ്ടിട്ടുണ്ടാവുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ എന്റെ ചേച്ചിയുടെ ചിത്രം അതുപോലെ വരച്ചത്. ഇത് വരച്ചില്ലെങ്കിൽ നാളെ എന്റെയും കുഞ്ഞേച്ചി ദർശനയുടെയും ചിത്രം വരപ്പിക്കാൻ നീ മറ്റൊരു ആർട്ടിസ്റ്റിനെ തേടി പോകും. അതോടെ ഞങ്ങൾ കുടുങ്ങും ഉറപ്പായിരുന്നു. മിസ്റ്റർ ചന്ദ്രമോഹൻ, താങ്കൾക്ക് ഭാഗ്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു. കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. വീഴ്ചയിൽ ചില്ലറ ചതവുകൾ പറ്റിയെന്നുള്ളതല്ലാതെ ബോൺസ് ഒന്നും ഫ്രാക്ചർ ആയിട്ടില്ല. ഈ പ്രായത്തിൽ എല്ലുകൾക്കോ മറ്റോ പൊട്ടലുണ്ടായാൽ റിക്കവർ ചെയ്തു വരാൻ വലിയ പാടാ. താങ്ക് യു ഡോക്ടർ. നന്ദി എനിക്കല്ല പറയേണ്ടത്, ഈശ്വരനോടാ. അനീറ്റ, പേഷ്യന്റിന് ഡ്രിപ്പ് കൊടുത്തേക്കൂ. ഓക്കെ. ചൂടും വെയിലും ഏറ്റ് ബോഡി ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഈ തളർച്ചയും ക്ഷീണവും. വേറെ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ ഡ്രിപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകാം. ഇനി പേടിക്കാനൊന്നുമില്ല കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ ശരി. കുറച്ചു കഴിഞ്ഞ് ബില്ല് റെഡിയാവും. കൗണ്ടറിൽ വന്ന് അടച്ചിരുന്നാൽ മതി. ഡോക്ടർ എഴുതിയ മരുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങിയാൽ മതി. വേദന കുറവുണ്ടോ അമ്മാവ? ഞാൻ ആകെ പേടിച്ചു പോയായിരുന്നു. ഇപ്പോഴാ സമാധാനമായത്. ശരി, ഇനി നീ ഇവിടെ നിൽക്കരുത്. കൃഷ്ണൻ വീട്ടിലേക്ക് വരും മുമ്പ് നീ ഇവിടെ വിട്ടു പോണം. ഞാൻ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും മനസ്സിന്റെ കോണിൽ പോലും രാധയ്ക്കെന്നോട് വെറുപ്പില്ലല്ലോ ഭഗവാനെ. അയ്യോ ചന്ദ്രേട്ടാ, എന്തു പറ്റി അമ്മാവ?
ഒന്നുമില്ല. അമ്മവാ, ദാ കുടിക്ക. കുടിക്കുമ്മവാ, ദാ. പതുക്കെ കുടിച്ചാ മതി, വിക്കരുതേ. ഞാൻ ഓർക്കുമായിരുന്നു, കൃത്യസമയത്ത് എന്നെ ഈശ്വരൻ അവിടെ എത്തിച്ചതുകൊണ്ടല്ലേ നിങ്ങളെ കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ആരാ ഇവിടെ ഒരു സഹായത്തിനുണ്ടാവാ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഇങ്ങോട്ട് വന്നത്? ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കൃഷ്ണൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയാ രാധയോട് പറയാ? അവൾക്കും കാണണമെന്നുണ്ടാവില്ലേ? രാധയെ കണ്ട കൃഷ്ണൻ തിരിച്ചയക്കില്ലല്ലോ. പറയമ്മായി, ആരാ ഇവിടെയുള്ളത്? ആരാ അമ്മാവ ഇവിടെയുള്ളത്? കൃഷ്ണേട്ടനാണോ?